ഹലോ കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ ഹൈസ്കൂളുകൾ, പോളിടെക്നിക് കോളേജസ്, എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള ട്രേഡ്സ്മാൻ തസ്തികയിലെ ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിലേക്കുള്ള എക്സാമിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് കൊടുക്കാൻ പ്രൊഫൈലുകളിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കൺഫർമേഷൻ്റെ ഡേറ്റ് കൊടുക്കാനുള്ള തീയതി ഈ മാസം 22 മുതൽ നെക്സ്റ്റ് മന്ത് 10 വരെയാണ്. ഇപ്പോഴാരും കൺഫർമേഷൻ കൊടുക്കാതിരിക്കാൻ മറക്കരുത്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം PSCയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. നിയർലി 16,000 ആളുകളാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും തന്നെ കൺഫർമേഷൻ കൊടുക്കാറില്ല. കൺഫർമേഷൻ കൊടുക്കുന്ന എല്ലാവരും തന്നെ എക്സാമിൽ എത്തിച്ചേരാറില്ല. അപ്പോൾ ഇതിന് നിയർലി ഒരു 10,000 to 12,000 ആളുകളായിരിക്കും എക്സാമിന് എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാം നമ്പർ ഓഫ് വേക്കൻസി 20 ആണ്. ഇത് 3 ഇയേഴ്സിൽ എന്തായാലും ഇതിൻ്റെ വേക്കൻസീസ് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ കോളേജസിലും, എഞ്ചിനീയറിംഗ് കോളേജസിലും, ടെക്നിക്കൽ ഹൈസ്കൂളിലും, പോളിടെക്നിക് കോളേജസിലും ഒക്കെ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഈ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നത്. ഇവിടെ ലാസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മന്തിലായിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. വളരെ ഷോർട്ട് ടൈമിൽ തന്നെ ഇതിൻ്റെ എക്സാം ഡേറ്റ് ഇപ്പം വന്നിരിക്കുകയാണ്. പിന്നെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ PSCയുടെ സൈറ്റിൽ ഡീറ്റെയിൽഡ് വെയിറ്റേജ് അടങ്ങുന്ന സിലബസ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് ഡേറ്റ് എന്നാണെന്നുള്ളൊരു കൺഫർമേഷൻ കിട്ടും. ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഏപ്രിൽ ഫസ്റ്റ് വീക്ക് മുതൽ 3rd വീക്ക് ടൈം സ്ലോട്ടിൽ നമുക്കിതിൻ്റെ എക്സാം പ്രതീക്ഷിക്കാം. ഇപ്പോഴും നമുക്ക് ഉള്ളത് 70 to 90 ഡേയ്സ് ആണ്. ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം ഇതിന് ശേഷമായിരിക്കും വരുന്നത്. ഇപ്പോഴും ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കെല്ലാം തന്നെ അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴത് നല്ലൊരു അവസരമായിരിക്കും. അപ്പോൾ തുടക്കക്കാർക്ക് ഈ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യണം, എങ്ങനെയാണ് ഷോർട്ട് ടൈമിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ റെഡിയാക്കേണ്ടത്, ഏതൊക്കെ മെറ്റീരിയൽസാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, PSCയുടെ പുതിയ ചോദ്യപേപ്പർ പാറ്റേൺ എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ കാണും. ഈ സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് നമ്മളൊരു ഫ്രീ വെബിനാർ നടത്തുന്നുണ്ട്. അപ്പോൾ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഉറപ്പായും നമ്മൾ ആ വെബിനാർ നെക്സ്റ്റ് വീക്കിലായിരിക്കും ഷെഡ്യൂൾ ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങളെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അതൊരു ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് ആയിരിക്കും. നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സും അവിടെ റേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തന്നെ ഒരു കാര്യം കൂട്ടിച്ചേർത്തോട്ടെ, ഏണസ്റ്റ് അക്കാഡമിയിൽ ഈ കോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റൻസീവ് ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ്. അതൊരു പുതിയ ക്രാഷ് ബാച്ചായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ സിലബസിലെ പോർഷൻസ് എല്ലാം ബേസ് മുതൽ ഡെപ്ത് വരെ കവർ ചെയ്യുന്നതിനൊപ്പം തന്നെ PSCയുടെ പുതിയ പാറ്റേണെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും വർക്കൗട്ട് സെഷൻസും, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സുകളും ഗൈഡൻസിനുമായിട്ട് നമുക്ക് മെൻറ്റർ സപ്പോർട്ടും ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.